ഹലോ അസ്സലാമു അലൈക്കും ഡിയർ സ്റ്റുഡൻസ്. നമുക്ക് അറബിക്കിൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് മുഷബ്ബഹ് ബിഹി അദാതു തശ്ബീഹ് വജു ഷബ്. കേട്ടപ്പോൾ പേടിക്കണ്ട. ഒരു മീനിങ്ങും ഇതിൻ്റെ ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതില്ല. നിങ്ങൾ ഇതാ 4 മാർക്കിന് സാധാരണ ചോദിക്കുന്നത്. നിങ്ങൾക്ക് 4 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ട്രിക്കാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ റെഡി ആണല്ലോ? ഓക്കെ. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം എന്താണെന്നുള്ളത്. മുഷബ്ബഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറബിയിൽ എന്ത് ചെയ്യും, ഈ ഉപമ പറയാം, വേറൊന്നിനെ മറ്റൊന്നിനെ കമ്പയർ ചെയ്ത് പറയാം. ഫോർ എക്സാമ്പിൾ, അലി ധീരതയുടെ കാര്യത്തിൽ സിംഹത്തിനെ പോലെ. അപ്പോൾ അലിയെ സിംഹത്തിനോട് കമ്പയർ ചെയ്യും. എന്തിനാണ്? ഭയങ്കര ധീരത ഉള്ള ആളെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇങ്ങനെ അറബിയിൽ പറയുന്ന തശ്ബീഹ് എന്ന് പറയാം. ഇങ്ങനെ പറയുമ്പോൾ അതിൽ 4 പാർട്ടുണ്ട്. ഒന്ന് മുഷബ്ബഹ്, ആരെയാണോ ഉപമിക്കുന്നത്. ഓക്കെ. മുഷബ്ബഹ് ബിഹി, എന്തിനോടാണോ ഉപമിക്കുന്നത്. അതാത് തശ്ബീഹ്, ആ കമ്പാരിസൺ തശ്ബീഹിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്ക്. വജുഹു ഷബ്, ഏത് വിശേഷണം പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉപമ പറയണത്. ഓക്കെ. ഇതൊന്നും നിങ്ങൾ മീനിങ് മനസ്സിലാക്കണം കേട്ടോ. നമുക്കിത് വളരെ എളുപ്പമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് +2 ലെവലിൽ പഠിക്കാനുള്ള അദാത്ത് തശ്ബീഹ്, ഈ ഉപമ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന അക്ഷരം എപ്പോഴും എന്തായിരിക്കും? ക. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് കണ്ണടച്ചിട്ട് എന്ത് ചെയ്തോളി, നിങ്ങൾ പഠിക്കാനുള്ള അല്ലെങ്കിൽ ഈ കാ നിർത്തേണ്ട എഴുതിക്കോളി. കാ മാത്രമേ നിങ്ങളെ ലെവലിലുള്ളതിൽ വരുള്ളൂ. ഓക്കെ. അപ്പോൾ കാ കിട്ടിയല്ലോ. ഏതിൽ നമുക്ക് അദാത്ത് തശ്ബീഹ് എന്നുള്ള കോളം മാറരുത്. അദാത്ത് എന്ന ടൂൾ എന്നാണ് അർത്ഥം. തശ്ബീഹ്, ഉപമ പറയാം. ഈ ഉപമ പറയാനുള്ള ടൂള് എപ്പോഴും നിങ്ങൾക്ക് എന്ത് മാത്രമേ വരുള്ളൂ? കാ മാത്രമേ വരുള്ളൂ. നമ്മൾ എന്ത് ചെയ്യും, ഈ തന്ന എക്സാമ്പിൾ നമ്മൾ ഈ കാഫിനെ മാർക്ക് ചെയ്യാം കേട്ടോ. കാഫി നമ്മൾ നേരിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ ആണല്ലോ? കാഫിനെ മാർക്ക് ചെയ്യാം. റെഡിയായി, കിട്ടിയല്ലോ. അപ്പോൾ ഈ കോളം കിട്ടി. ഇനി 3 കോളം ഫില്ല് ചെയ്യണം. ഇനി 1ാമത്തെ കോളം ഫില്ല് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ കാഫിൻ്റെ മുമ്പുള്ള വാക്ക് അതാണ് എന്ത് വരിക? മുഷബ്ബഹ് വരിക. അപ്പം ഈ മുഷബ്ബഹിൻ്റെ 3 കോളം ഫില്ല് ചെയ്തല്ലോ. 3 കോളം ഫില്ല് ചെയ്ത് ഇനി കാഫിനോട് ചേർന്ന് വരുന്ന വാക്ക്, അതാണ് ഇവിടെ വരിക, മുഷബ്ബഹ് ബിയിൽ വരിക. അപ്പോൾ ഈ കോളം ഫില്ലായല്ലോ. ഇനി ഇതല്ലേ ഏറ്റവും ലാസ്റ്റ് വരുന്നതായിരിക്കും. ഇത് ലാസ്റ്റ് വരുന്ന ഭാഗം, പിന്നെ ഈ ഫീന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് വരുന്ന സംഭവം ഉണ്ടല്ലോ, അതാണ് എന്ത് വരിക? വജുഹു ഷബഹ് വരിക. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഈ കാഫ് മാർക്ക് ചെയ്താൽ അതിൻ്റെ അപ്പുറത്തുള്ളത് മുഴുവനും മുഷബ്ബഹായിരിക്കും. അതുകൊണ്ട് ചേർന്ന് വരുന്ന മുഴുവൻ മുഷബ്ബഹ് ബി ആയിരിക്കും. ലാസ്റ്റിൽ വരുന്ന ഫീ വെച്ചിട്ടില്ലെങ്കിൽ ഫീ ഇല്ലാതെ ലാസ്റ്റിൽ വരുന്ന ഭാഗമായിരിക്കും എപ്പോഴും വജുഹു ഷബഹ്. ഇതിനൊന്നും മീനിങ് അറിയില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? 4 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യരുത്? ആൻസർ മിസ്സാക്കരുത്. റെഡി അല്ലടാ?